ആശയറ്റ ആശമാരാണ് ദിവസങ്ങളോളം ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ നടുക്ക് ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ അവരുടെ ആവശ്യങ്ങളിൽ ഒരാവശ്യം മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. ആശയറ്റ സമരം തുടരുമ്പോൾ എന്തൊക്കെയായിരുന്നു ആ സമരത്തിലെ ആശാവർക്കർമാരുടെ ആവശ്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കണം. ഓരോ ആവശ്യങ്ങളിലേക്കായി നമുക്കിതാ എത്താം. വ്യത്യസ്ത ഇനം ആവശ്യങ്ങൾ അവർക്കുണ്ട്. അതൊന്നൊന്നായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. അതായത് വിവിധ സ്കീമുകൾ പ്രകാരമുള്ള ആരോഗ്യ സേവനങ്ങൾക്ക് ഓണറേറിയവും ഇൻസെന്റീവുമാണ് ഓരോ മാസവും ഈ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്നത് മാസം 7000 രൂപയാണ്. ഈ 200 രൂപ നൽകുമെന്ന ഫോണിന്റെ റീചാർജ് ഇനത്തിൽ 200 രൂപ നൽകുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ഈ കടലാസിൽ മാത്രം നിൽക്കുന്നതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ സമയപരിധിയില്ലാത്ത ജോലി ചെയ്യുന്നവർ വീടുകൾ കയറി ഇറങ്ങേണ്ടി വരും. നാട്ടിൻ പുറത്ത് ഓരോ വീടും കുന്നും മലയും കയറി ഇറങ്ങണം. യാത്രാ ചെലവാണെങ്കിലോ അത് കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്തിട്ടും ഇവർക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് തുച്ഛമായതാണ്. അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമത്തെ ആവശ്യം നോക്കൂ. വേതനം എന്ന് പറയുന്നത് എല്ലാ മാസവും കൃത്യമായി നൽകണമെന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. എല്ലാ മാസവും കൃത്യമായി ഈ വേതനം അവർക്ക് ലഭിക്കുന്നില്ല. നിലവിൽ 3 മാസത്തെ കുടിശ്ശികയുണ്ട്. അവസാന ശമ്പളം കിട്ടിയതാണെങ്കിൽ 2024 നവംബറിലാണ്. വേതനമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നാണ് ആശാവർക്കർമാർ ചോദിക്കുന്ന ചോദ്യം. 2016 1000 രൂപയായിരുന്ന വേതനം ഇടത് സർക്കാരാണ് പല ഘട്ടങ്ങളിലായി കൂട്ടി 7000 ആക്കിയത് എന്നത് ശരി തന്നെ. പക്ഷേ അത് കൃത്യമായി ലഭിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? മൂന്നാമത്തെ ആവശ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വേതനത്തിനായുള്ള മാനദണ്ഡം നിർത്തലാക്കണമെന്നതാണ് മൂന്നാമത്തെ ആവശ്യം. 10 തരം ക്രൈറ്റീരിയ കണക്കാക്കിയാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ആരോഗ്യ അവലോകന റിപ്പോർട്ട് കൊടുത്താൽ അതിനൊരു 500 രൂപ കൊടുക്കും. വാർഡ് അവലോകന നയത്തിനാണെങ്കിൽ ഇത്ര, അല്ലെങ്കിൽ പാലിയേറ്റീവ് ഡ്യൂട്ടിക്കാണെങ്കിൽ ഇത്ര എന്ന് പറഞ്ഞാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ചെയ്ത ജോലി അധികൃതരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ 7000 രൂപ ആശാവർക്കർമാരുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. ഓരോ ചുമതലയ്ക്കും വ്യത്യസ്ത നിരക്കുകളാണ്. 2 ദിവസം അവധിയെടുത്തു എന്ന് കരുതുക. ഒരു ക്രൈറ്റീരിയ പൂർത്തിയാക്കാതെ വരും. ആ കണക്കിൽ വരുന്ന പണം പിടിച്ച ശേഷം ബാക്കി ശമ്പളം കൊടുക്കും. 7000 രൂപയിൽ നിന്ന് ഓരോ മാസവും പണം മുടങ്ങുന്ന അവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടാനുള്ളത്. നാലാമത്തെ ആവശ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ കോവിഡ് സമയത്തുൾപ്പെടെ തുച്ഛമായ ശമ്പളത്തിൽ ഭാരിച്ച ജോലി ചെയ്ത മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് വേണമെന്ന ആവശ്യം അവർ ശക്തമായി ഉയർത്തുന്നുണ്ട്. അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ പെൻഷൻ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. 62 വയസ്സിൽ ഇവർ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ആശങ്ക. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഒന്നുമില്ല നിലവിൽ. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം നൽകണമെന്ന അടിസ്ഥാന ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുകയാണ്. ഇനി മറ്റൊരാവശ്യത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ ഈ വർഷമായവരെ, ഈ മറ്റു വർഷങ്ങളായവരൊക്കെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് കൂടി. ഇപ്പോൾ സ്ഥിര നിയമനമല്ല, താൽക്കാലിക നിയമനമാണ്. അപ്പോൾ സ്ഥിര നിയമനമാക്കുക എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇനി ഇപ്പോൾ നിലവിൽ സർക്കാർ ഇതിൽ അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് 2 മാസത്തെ ഓണറേറിയം, കുടിശ്ശികയായി നിൽക്കുന്ന ഓണറേറിയം അനുവദിച്ചു എന്നുള്ളത് മാത്രമാണ്. അതായത് 3 മാസത്തെ ഓണറേറിയമാണ് ഇവർക്ക് ആകെ കിട്ടാനുള്ളത്. അതിൽ 2 മാസത്തെ ഓണറേറിയ കുടിശ്ശിക സർക്കാർ ഇപ്പോൾ അനുവദിച്ചു. ദിവസങ്ങളോളം ഇവർ സമരം ചെയ്തപ്പോൾ സർക്കാർ ആകെ ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ, ഈ ആവശ്യങ്ങളിൽ കുടിശ്ശിക 2 മാസത്തെ അനുവദിച്ചു എന്നുള്ളത് മാത്രമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ ഈ വേതന വ്യവസ്ഥയിലേക്ക് നമുക്കൊന്ന് വരാം. അതായത് ഇവരുടെ ശമ്പളം ഏതൊക്കെ വർഷങ്ങളിൽ എത്രയൊക്കെയാണ് കൂടിയത് എന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. 2016 വരെ കേരളത്തിലെ ആശാവർക്കർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് വെറും 1000 രൂപയായിരുന്നു. അത് പിന്നീട് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് ഒരു 6000 രൂപയോളം ആക്കി. 2024 ഫെബ്രുവരിയിൽ വീണ്ടും ഒരു 1000 രൂപ കൂട്ടി, അത് 7000 ആയി. പിന്നെ നിലവിൽ പ്രതിമാസ വേതനം എന്ന് പറയുന്നത് 7000 രൂപയാണ്. അതായത് നിലവിൽ ഇപ്പോൾ അവർക്ക് ഘട്ടം ഘട്ടമായി കൂട്ടി എല്ലാം കിട്ടുന്നത് 7000 രൂപയാണ്. ടെലഫോൺ അലവൻസായി 200 രൂപ നൽകണമെന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ അത് പങ്കുവച്ചു. അതായത് ഇത് കടലാസിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ 7000 രൂപയാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാർക്ക് കയ്യിൽ കിട്ടുന്നത്. അത് കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ള കാര്യം ആശാവർക്കർമാർ ഉന്നയിക്കുകയാണ്. അതിനാണ് ആ മനുഷ്യർ ഇങ്ങനെ സമരം ചെയ്യുന്നത്. ഈ സമരമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാമോ? അത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒന്നുകൂടി നമുക്കത് കേൾക്കേണ്ടതുണ്ട്. ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ആരോ കുത്തിയിളക്കി വിട്ടതാണെന്ന് ധനമന്ത്രി പറയുകയുണ്ടായി. വലിയ പ്രതിഷേധമാണ് ഈ പ്രതികരണം ഉണ്ടാക്കിയിട്ടുള്ളത്.